സാധാരണയായി ഓൺ ഗ്രിഡ് ഇൻവെർട്ടറുകൾ ഗ്രിഡ് ഓഫായാൽ ഉടൻ പ്രവർത്തനം നിർത്തും. എന്നാൽ ഹൈബ്രിഡ് സിസ്റ്റങ്ങളെപ്പോലെ ബാറ്ററി ഉപയോഗിക്കാതെ പകൽ സമയത്ത് സൂര്യപ്രകാശമുള്ളപ്പോൾ ഗ്രിഡിൽ പവർ ഇല്ലെങ്കിലും വൈദ്യുതി നൽകാൻ കഴിവുള്ള പുതിയ ഡയറക്റ്റ് സോളാർ പവർ ഇൻവെർട്ടർ സിസ്റ്റങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു. അതേക്കുറിച്ചാവട്ടെ ഇന്നത്തെ എപ്പിസോഡ്. ഇതിനെ ഗ്രിഡ് ഇൻഡിപെൻഡൻറ്റ് ബാക്കപ്പ് എന്ന് വിളിക്കാം. ചില ചൈനീസ് ബ്രാൻഡുകളും ബാറ്ററി ഇല്ലാതെ തന്നെ സോളാർ പാനലിൽ നിന്നുള്ള പവർ നേരിട്ട് ലോഡുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഈ ഡയറക്റ്റ് സോളാർ പവർ ഫീച്ചർ നൽകുന്നുണ്ട്. എന്നാൽ ഇതിന് സൂര്യപ്രകാശം സ്ഥിരതയുള്ളതായാൽ മാത്രമേ ഉദ്ദേശിച്ച ഫലമുണ്ടാകൂ. ഈ സിസ്റ്റത്തിൽ ഇൻവെർട്ടറിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക സർക്യൂട്ട് ഉണ്ടാകും. ഗ്രിഡ് പവർ നിലച്ചു കഴിഞ്ഞാൽ ഇൻവെർട്ടർ സ്വയം ഗ്രിഡിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുകയും സോളാർ പാനലുകളിൽ നിന്ന് ലഭിക്കുന്ന DC വൈദ്യുതിയെ AC ആക്കി നേരിട്ട് ഔട്ട്പുട്ടിലേക്ക് നൽകുകയും ചെയ്യുന്നു. ഈ ഫീച്ചർ പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ ബാറ്ററിയുടെ സഹായം ആവശ്യമില്ല. എന്നാൽ സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. മേഘാവൃതമായ അന്തരീക്ഷമാണെങ്കിൽ ലോഡ് ബാലൻസിൽ വ്യതിയാനം സംഭവിച്ചേക്കാം. സാധാരണയായി ഒരു നിശ്ചിത വാട്ട്സ്, ഉദാഹരണത്തിന് ഒരു 3 കിലോവാട്ട് സിസ്റ്റം ആണെങ്കിൽ അതിലൊരു 1.5 കിലോവാട്ട് അല്ലെ 2 കിലോവാട്ട് വരെ മാത്രമേ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയൂ. പുതിയ ടെക്നോളജികൾക്ക് അനുസരിച്ച് ഫുൾ ലോഡിലും വർക്ക് ചെയ്യുന്ന മോഡലുകൾ ഉടൻ വരാനിടയുണ്ട്. ഇപ്പോൾ ലഭ്യമായ മോഡലുകളിൽ ഫാന്, ലൈറ്റ്, ലാപ്ടോപ്പ്, മൊബൈൽ ചാർജിങ്, ഫ്രിഡ്ജ് തുടങ്ങിയ വലിയ തോതിൽ ഊർജ്ജം ഉപയോഗിക്കാത്ത ഉപകരണങ്ങൾക്ക് അനുയോജ്യമാണ്. പല പ്രമുഖ കമ്പനികളും ഈ ടെക്നോളജിയോട് കൂടി ഇൻവെർട്ടറുകൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ചിലത് നമുക്ക് നോക്കാം. ഒന്ന് ഫ്രോണിയസ്. ഇവരുടെ പ്രിമോ ജെൻ 24+ പോലുള്ള ഇൻവെർട്ടറുകളിൽ PV പോയിന്റ് എന്ന പേരിൽ ഈ ഒരു സൗകര്യമുണ്ട്. ഇതിൽ ബാറ്ററി ഇല്ലെങ്കിലും ഗ്രിഡ് ഓഫ് ആയിരിക്കുമ്പോൾ മറ്റ് പ്രത്യേക പവർ സോക്കറ്റ് വഴി വൈദ്യുതി ലഭിക്കും. രണ്ടാമത്തേത് എൻഫേസ് ആണ്. ഇവരുടെ പുതിയ IQ8 സീരീസ് മൈക്രോ ഇൻവെർട്ടറുകൾ സൺലൈറ്റ് ബാക്കപ്പ് എന്ന ഫീച്ചർ നൽകുന്നുണ്ട്. ഗ്രിഡ് വൈദ്യുതി പോയാലും പകൽ സമയം വീടിനുള്ളിൽ പവർ നൽകാൻ ഇതിന് സാധിക്കും. മൂന്നാമത്തേത് ജിയോ സ്പാർക്ക് ക്വാഡ് DM2000 സീരീസ് ആണ്. ഇത് ബാറ്ററി ഇല്ലാതെയും ഗ്രിഡ് ഇല്ലാതെയും സോളാർ ബാക്കപ്പ് കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത മറ്റൊരു ഗ്രിഡ് ടൈ ഇൻവെർട്ടറാണ്. നാലാമത്തേത് ഗുഡ്വി ES-EM സീരീസ് ആണ്. ഇവയിൽ ഗ്രിഡ് ഇല്ലാത്ത സമയത്ത് സോളാർ പവർ നേരിട്ട് ഉപയോഗിക്കാനുള്ള ടെക്നോളജി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് പോയാൽ വെറും 10 മില്ലി സെക്കൻഡിനുള്ളിൽ ബാക്കപ്പിലേക്ക് മാറാൻ ഇതിന് സാധിക്കും. ഇത് കമ്പ്യൂട്ടറുകളോ സെർവറുകളോ റീസ്റ്റാർട്ട് ആവാതെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ UPS ലെവൽ സ്വിച്ചിങ്ങിനെ കുറിച്ച് വിശദമായി അടുത്ത വീഡിയോയിൽ പറയാം. മറ്റൊന്ന് ഇൻ്റഗ്രേറ്റഡ് ചാർജ് കൺട്രോളറാണ്. പാനലിൽ നിന്നുള്ള വൈദ്യുതി ഒരേ സമയം വീടിന് നൽകാനും ബാറ്ററികൾ ചാർജ് ചെയ്യാനും ഇതിന് സാധിക്കും. സാധാരണ ലോഡുകൾക്കും ബാക്കപ്പ് ലോഡുകൾക്കും, അതായത് കറണ്ട് പോയാൽ മാത്രം വർക്ക് ചെയ്യേണ്ടവ വേറെ കണക്ഷൻ പോയിന്റുകൾ ഇതിലുണ്ടാകും. മറ്റൊരു ബ്രാൻഡാണ് സോളിസ് S6 ഹൈബ്രിഡ് സീരീസ്. ഇവരുടെ പുതിയ മോഡലുകളിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും പകൽ സമയത്ത് സോളാറിൽ നിന്ന് നേരിട്ട് ബാക്കപ്പ് നൽകാൻ സാധിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ആറാമത്തേതാണ് ഗ്രോവാട്ട് SPF MIN സീരീസ്. ഇതിലെ ചില മോഡലുകൾ ഗ്രിഡ് ഇല്ലാത്ത സമയങ്ങളിൽ ബാറ്ററി ഇല്ലാതെ തന്നെ സോളാർ പവർ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതായത് ബാറ്ററി ലെസ് മോഡ് ഇതിൽ സജ്ജമാണ്. ഇത്തരം സിസ്റ്റങ്ങളിൽ പല മോഡലുകളിലും ഒരു ചെറിയ ബാറ്ററിയെങ്കിലും ബാക്കപ്പിൻ്റെ സ്റ്റെബിലിറ്റിക്കായി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവായ ബാക്കപ്പിന് നല്ലത് എന്നുകൂടി പറയേണ്ടതുണ്ട്. ഈ സിസ്റ്റങ്ങൾക്കെല്ലാം അതിൻ്റേതായ പല ഗുണങ്ങളും ചില പോരായ്മകളുണ്ട്. എന്തൊക്കെയാണത്? ബാറ്ററിയുടെ വലിയ ചെലവ് ഒഴിവാക്കാം എന്നാണ് ഒരു ഗുണം. എന്നാൽ സൂര്യപ്രകാശം കുറഞ്ഞാൽ പവർ കട്ടാകാൻ സാധ്യതയുണ്ട്. പകൽ സമയത്ത് ലോഡ് ഷെഡിംഗ് ബാധിക്കില്ലെങ്കിലും ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്തതിനാൽ ഹൈബ്രിഡ് ഇൻവെർട്ടർ പോലെ രാത്രിയിൽ ബാക്കപ്പ് ലഭിക്കില്ല. അതുപോലെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എളുപ്പമാണ്, എങ്കിലും AC, മോട്ടോർ പോലുള്ള വലിയ ലോഡുകൾ ഗ്രിഡ് സപ്പോർട്ട് ഇല്ലാതെ പ്രവർത്തിപ്പിക്കാൻ ഇതിന് സാധിക്കില്ല. ചുരുക്കത്തിൽ ബാറ്ററി ഇല്ലാതെ തന്നെ പകൽ സമയം സോളാർ വൈദ്യുതി നേരിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഇൻവെർട്ടറുകളാണിത് എന്ന് പറയാം. എന്നാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സോളാർ പാനലുകൾ നൽകുന്ന വാട്ടേജും ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിയും ലോഡും തമ്മിലുള്ള മാച്ചിങ് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കാനിടയുണ്ട്. ഇത് സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന സിസ്റ്റമല്ല, മറിച്ച് KSEB ഗ്രിഡിൽ പവർ കട്ടാകുമ്പോൾ ബാറ്ററി ഇല്ലാതെ തന്നെ സോളാർ പാനലുകളിൽ നിന്ന് നേരിട്ട് വൈദ്യുതി നൽകാൻ പര്യാപ്തമായ
ഒരു നൂതന ടെക്നോളജിയാണിതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഡ് ടൈ ഇൻവെർട്ടറുകൾ വൈദ്യുതി നിലക്കുന്ന നിമിഷം അതിൻ്റെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ പ്രകാരം ഔട്ട്പുട്ട് ഷട്ട് ഡൗൺ ചെയ്യും. ഇത്തരം ഇൻവെർട്ടറുകൾ ഡ്യുവൽ മോഡ് പ്രവർത്തനം നടത്തി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് കാരണം വീണ്ടും അതിൻ്റെ പ്രവർത്തനം തുടരും. ഗ്രിഡോ ബാറ്ററിയോ ഇല്ലാതെ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഡുവൽ മോഡ് ടെക്നോളജി പ്രകാരം ഗ്രിഡ് പവർ കട്ടാകുമ്പോൾ തിരിച്ച് ഗ്രിഡിലേക്ക് പവർ നൽകുന്നതിൽ അതിൽ നിന്ന് മാറി ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പ്രവൃത്തി മൂലം പകൽ സമയങ്ങളിൽ ഇൻവെർട്ടർ സോളാർ പാനലുകളിൽ നിന്ന് DC പവർ എടുത്ത് തത്സമയം തന്നെ നിങ്ങളുടെ ഉപകരണങ്ങൾക്കായി AC പവറാക്കി മാറ്റുന്നു. സ്മാർട്ട് പവർ മാനേജ്മെൻ്റ് ഉള്ള ഒരു ഇൻവെർട്ടർ സിസ്റ്റം ആയതിനാൽ നിങ്ങളൊരു വിലയേറിയ ബാറ്ററി ബാങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ലോഡുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു പരിധി വരെ ഔട്ട്പുട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ ഇതിന് കഴിയും. എന്നിരുന്നാലും ഇതിൻ്റെ പ്രായോഗിക പരിമിതികൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, പകൽ സമയം തന്നെ സൂര്യൻ പ്രകാശിക്കുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് വൈദ്യുതി ലഭിക്കൂ. ആകാശം മേഘാവൃതമാണെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടും. കാരണം അത്തരം സന്ദർഭങ്ങളിൽ പാനലിൽ നിന്ന് ആവശ്യത്തിന് ഊർജ്ജം ലഭിക്കുകയില്ലല്ലോ. രണ്ടാമത്തത്, നിങ്ങളുടെ സോളാർ പാനലുകളിൽ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ലോഡുള്ള ഉപകരണങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായി, നിങ്ങളുടെ പാനലുകൾ 1000 വാട്ട് ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങൾ 1500 വാട്ട് ഉപകരണങ്ങൾ ഓണാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഈ സിസ്റ്റം സ്വയം ട്രിപ്പ് ചെയ്യുകയോ ഷട്ട് ഡൗൺ ആവുകയോ ചെയ്യും. മൂന്നാമതായി, ഊർജത്തെ ബഫർ ചെയ്യാൻ ബാറ്ററി ഇല്ലാത്തതിനാൽ പെട്ടെന്ന് മേഘങ്ങൾ കടന്നു പോകുമ്പോൾ പവർ ഔട്ട്പുട്ട് തൽക്ഷണം കുറയാൻ കാരണമാകും. ഇത് സെൻസിറ്റീവായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓഫാക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു UPS കൂടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. പകൽ സമയത്ത് പവർ തടസ്സപ്പെടുമ്പോൾ വില കൂടിയ ലിഥിയം ബാറ്ററികൾ ഇൻസ്റ്റാൾ ചെയ്യാതെ ഫാനുകൾ, ലൈറ്റുകൾ, ഫ്രിഡ്ജ് തുടങ്ങിയ അടിസ്ഥാന പവർ ആവശ്യങ്ങൾക്ക് ഇത്തരം ഇൻവെർട്ടറുകൾ ഫലപ്രദമാണ് എന്ന് സാരം. ചില മോഡലുകളിൽ ജനറേറ്റർ അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പുകൾ പിന്നീട് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും. ഹൈബ്രിഡ് സോളാർ സിസ്റ്റങ്ങൾ താരതമ്യേന ചെലവേറിയതായതുകൊണ്ട് മാത്രമല്ല, ബാറ്ററിയുടെ ആയുസ് ലിമിറ്റഡ് ആയതുകൊണ്ടും നമ്മൾ പലപ്പോഴും സാധാരണ ഓൺ ഗ്രിഡ് സിസ്റ്റങ്ങളെയാണ് ആശ്രയിക്കാറുള്ളത്. ഓൺ ഗ്രിഡ് ഉപഭോക്താക്കൾക്ക് അധികമായി ലഭിക്കുന്ന ഈ ഡയറക്റ്റ് ബാക്കപ്പ് ഫീച്ചർ ഒരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ഇങ്ങനെ വരുന്നവയിൽ കൂടുതലും ഹൈബ്രിഡ് സൗകര്യങ്ങൾ കൂടി ഉൾപ്പെട്ട ഇൻവെർട്ടറുകളായതിനാൽ ഇൻസ്റ്റലേഷന് ചെലവേറുമെന്നത് ഓർക്കുക. സോളാർ പാനലുകളിലും ഇൻവെർട്ടറുകളിലും ദിനംപ്രതി പുതിയ ടെക്നോളജി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒന്ന് ഇല്ല. കാലത്തിനനുസരിച്ചും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുമുള്ള ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നത് മാത്രമേ പ്രായോഗികമായി സാധിക്കൂ.